ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അമൃത ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കോട്ടയം എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി നടത്തുന്ന തൊഴിൽമേള വഴിയാണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. കൂടാതെ 1 ഇയർ ആൻഡ് അബോവ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി സാലറി 28,000 രൂപയാണ് ലഭിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 100 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് നഴ്സ് ട്രെയിനി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് 17,000 പ്ലസ് അക്കോമഡേഷനാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 26 വയസ്സ് വരെയാണ്. 50 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc MLT അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. 2 വർഷത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി 23,500 രൂപയാണ് ലഭിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ന്യൂക്ലിയർ മെഡിസിൻ ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് 45,000 പ്ലസ് ഫ്രീ അക്കോമഡേഷനാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. 25,000 രൂപയാണ് സാലറി ലഭിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ +2 ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സാലറി വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി അനുസരിച്ചിട്ടാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 50 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അടുത്തത് ആശീർവാദ് മൈക്രോ ഫിനാൻസ് മണപ്പുറം ഫിനാൻസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫീൽഡ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10th മുതൽ PG വരെയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17,500 മുതൽ 18,500 രൂപ വരെയാണ് സാലറി വരുന്നത്. ജോബ് ലൊക്കേഷൻ കോട്ടയം, ഇടുക്കി, എറണാകുളമാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 23 മുതൽ 27 വരെ തീയതികളിൽ കോട്ടയം കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ തീയതി ഡിസംബർ 23, 2025, ഡിസംബർ 27, 2025 വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 27 ഡിസംബർ 2025 അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും പകർപ്പുകൾ കയ്യിൽ കരുതേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപ അടച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽ മേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, 2ാം നില, കളക്ട്രേറ്റ്, കോട്ടയത്ത് വെച്ചിട്ടാണ്. സമയം രാവിലെ 10 മുതൽ 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.